നമ്മൾ രാത്രി വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ഒരുപാട് വീടുകളും പാർക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാണ്ട് പോകാം കേട്ടോ. രാത്രി ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ നടക്കാനിറങ്ങിയ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇതുണ്ടല്ലേ നമ്മളെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളി പനകൾ. രാത്രി ആയതുകൊണ്ടാട്ടോ അത് കാണാത്ത. ഇത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു ATM ആണ് ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതായി പോകുന്നുണ്ട് കേട്ടോ, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ കണ്ടോ, ഇത് ഒരു വീടിൻ്റെ റോഡ് സൈഡിലുള്ള ചെടികളാണ് കാണുന്നത്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ആ വീടൊന്ന് അടിപൊളിയായിട്ട് കാണാം. ചെറിയൊരു വീടാണ്, ആർഭാടല്ലാതെ ചെറിയൊരു വീട്. കണ്ടോക്കണേ, കണ്ടോ. ഇത് ഞാൻ റോഡിൻ്റെ ഇങ്ങേ വശത്തായത് കൊണ്ടാണ് അത് ഇത്ര നല്ല ക്ലിയറായിട്ട് കിട്ടാത്തത്. ഓക്കെ, ഉണ്ടോ? ചെറിയൊരു വീടാണ്. ഇങ്ങനെയുണ്ട് വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ആ വീട് കണ്ട് പിന്നെ നമ്മളിങ്ങനെ പാർക്കുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകളാണ് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോകട്ടോ. ഇവിടെ സ്പീഡ് 40 ഉള്ളൂ. നമുക്ക് 40 അല്ല, വണ്ടീൻ്റെ സ്പീഡാട്ടോ. രാത്രി ആയതുകൊണ്ടാണ് ഒരു ഇരുട്ട് പോലെ തോന്നിക്കുന്നത്. റോഡ് സൈഡിലുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ഷെയ്ഡാക്കി നിർത്തിയിട്ടാട്ടോ. വെറുതെ ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ ഒരു വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഉണ്ടോ, ഇതൊരു ചെറിയ ഇവിടെ ഒരു ലൈറ്റ് വന്നപ്പോൾ അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുണ്ടോ. നമ്മൾ പാർക്കിലെ പുല്ലില്ലേ, അടിപൊളിയല്ലേ? അല്ലേ, സൂപ്പർ പുല്ലൊക്കെ. ഇത് റോഡ് സൈഡിലുള്ള നമ്മളെ ഭിത്തിയല്ലേ, മതിൽ, അതിനവർ ഡെക്കറേഷൻ ചെയ്താട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് വെച്ചിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലല്ല, ഒരു ചെറിയൊരു സൈസ് ഓലപ്പുല്ല് പോലത്തെ ഒരു വലുത്. നമ്മൾ ക്യാമറ നമ്മൾക്കൂടെ പ്രേതം നടക്കുന്നുണ്ടോ? അതാവണം കേട്ടോ. ഒരു അല്ലേ നമ്മൾ തന്നെയാണോ എന്തോ ആട്ടെ, ക്യാമറയിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ടൗണുകളും ഒക്കെ കാണാം. വലിയ ടൗണുകളും പ്രദേശങ്ങളൊക്കെ, വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അവിടെ കമ്പി വേലിയിട്ടാ, നല്ല കമ്പിയിട്ടാണ് റോഡ് സൈഡ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നല്ല കമ്പികളൊക്കെ ഇട്ട കണ്ടോ. ഇത് വേറൊരു വീടാണ്, വീടിൻ്റെ കാർ പോർച്ചാണത്. വീട് നേരെ അപ്പുറത്തുണ്ട്. അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ വീട് അത്ര കൊണ്ട് കാണുന്നില്ല. അതുകൊണ്ട് അത്ര കാണാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്ന് പോവാട്ടോ. ഇതൊരു വീടാണ്. റോഡിൻ്റെ ഇങ്ങേ വശം നിൽക്കുന്നത് കൊണ്ട് അത് കാണാത്ത, നല്ലോണം കാണാത്ത. അങ്ങേ വശത്ത് നിന്നാൽ തീരെയും കാണത്തില്ല. ക്യാമറ നമ്മൾ പൊക്കി പിടിക്കേണ്ടി വരും കാണണമെങ്കിൽ. അങ്ങനെ അങ്ങോട്ട് ക്യാമറ പൊക്കി പിടിക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സൗദിയാണ് സംഭവം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഞാൻ പിന്നെ വീഡിയോസ് എടുത്തതെന്നൊക്കെ ചോദിച്ചു നോക്കൂലേ. എന്നെക്കൊണ്ട് കൂടുതൽ ക്യാമറ പൊക്കാനും പറ്റില്ല. നമ്മൾ നടക്കുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചതുണ്ടോ, ഒരു ഓല പോലുള്ള പുല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടോ. എന്നിട്ട് ഓരോ ഭിത്തിമ കൂടി അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. വീഡിയോ ലേശം ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമ്മളെ ഐഫോൺ അതിനെ കൊണ്ട് അത്രേ കിട്ടുള്ളൂ. കണ്ടോ, ഇത്
വേറൊരു മോഡൽ വീട് കേട്ടോ. ഉണ്ടോ? അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു പോവുകയാണ്. ഇതോടെ അവസാനിക്കുക കേട്ടോ. ഈ പുല്ല് ഇവിടെ അവസാനിക്കാൻ മതിലില്ല. പിന്നെ കുറച്ച് കൈവേലി, പിന്നെ നമ്മൾക്ക് ആ മതിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇനി അവിടെ തുടങ്ങുന്നുണ്ട്. കണ്ടോ, ഇത് ഒരു അങ്ങേ വശം ഒരു വീടാട്ടോ. നല്ല അടിപൊളി വീടാണ്. നമ്മൾ സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ആടിക്കളിക്കുന്നത് പോലെ ക്ലിയർ ഇല്ലാത്തത് പോലെ തോന്നുന്നു. കണ്ടോ, ഇത് അടിപൊളി ഒരു വീടാണ്. സൂപ്പറാണ്, വീടൊക്കെ സൂപ്പറാണ്. ഇങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പിന്നെ നടക്കുകയാണ്. അങ്ങേ വശം വീടില്ല, അങ്ങേ വശം മാത്രമേ വീടുള്ളൂ. വീടിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോവുകയാണ്. ഇത് ഞാനിങ്ങനെ റൗണ്ട്, നമ്മളെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരണം. ഈ റോഡ് ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ട് പോലെ അങ്ങനെ കറങ്ങി വരണം, എന്നാലേ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നടന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തന്നെ നടക്കുക, തിരിച്ച് നടക്കുക എന്ന് പറയും. ഇങ്ങനെ നടന്നിട്ട് മുന്നോട്ട് തന്നെ നടന്ന് നമ്മളെ റൂമിൻ്റെ അടുത്തെത്തും. ഇത് വേറെ ഒരു ചെറിയൊരു വീടാട്ടോ. എല്ലാം റോഡ് സൈഡിലാണ് വീട്. റോട്ടിൽ നിന്ന് അങ്ങനെ കയറിയാൽ മതി. കണ്ടോ, പോരാ, വീടൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് മാത്രം അല്ലേ. ഒരു വീട് നമ്മൾ പിന്നെ മുന്നോട്ട് പിന്നെ നടക്കുകയാണ്. ഇത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അടിപൊളി ഒരു പാർക്കാണത്. ചെറിയൊരു പാർക്ക്, വലിയ പാർക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ റോട്ടിലേക്ക് തന്നെ ഇറങ്ങി നടക്കാനുള്ള തീരുമാനത്തിൽ നമ്മൾ റോട്ടിലേക്ക് തന്നെ ഇറങ്ങി നടക്കുന്ന നമ്മൾ റോട്ടിലേക്ക് തന്നെ ഇറങ്ങി. ഇത് വേറെ ഒരു ചെറിയൊരു വീട്, വേറൊരു വീട് അതിന് നേരെ പുറത്തുള്ള വീട്. എൻ്റെ ഓട്ടൊക്കെ ലൈറ്റൊക്കെ ഫിറ്റാക്കിയിരിക്കുന്നു. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ നടന്നാണ് നമ്മൾ. ഇത് വേറൊരു വീടാണ്. നമ്മൾ ഇങ്ങേ വശം വീടുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങേ വശമുള്ള വീടുകളൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ ചെടികളൊക്കെ, അടിപൊളി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് റോട്ടിലാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ആരോ വെച്ച് പിടിപ്പിക്കുക. ഇതൊരു വേറൊരു വീട്, വലിയൊരു വീടാണ്. നോക്കണേ, അടിപൊളി വീട് കേട്ടോ. ഉണ്ടോ, നമ്മളെ പുറത്തുള്ള ചുമരിനൊക്കെ ലൈറ്റൊക്കെ ഫിറ്റാക്കി. എന്തോ ലൈറ്റുകളാണ്. അതുണ്ടോ, വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ്, ഗേറ്റ് ഉണ്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെ പോയി ചെടികളൊക്കെ ഉണ്ടോ, മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് തന്നെ പോവുകയാണ്. നടന്ന് മുന്നോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. നമ്മളിങ്ങനെ കറങ്ങിയാലേ ഉള്ളൂ നമ്മളെ റൂമൊക്കെ എത്തുള്ളൂ. റൂമിലേക്ക് തിരിച്ച് നടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ റൂമിലേക്ക് തന്നെ തിരിച്ച് കിടന്ന് നമ്മളിപ്പോൾ അങ്ങനെ റൗണ്ട് അടിച്ച് വരണം, എന്നാലേ നമ്മളെ റൂമിലെത്തുള്ളൂ. കണ്ടോ, ഓരോ കാര്യങ്ങൾ എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇത് വേറൊരു രാത്രി ആയിരിക്കൊണ്ടേ അങ്ങനെ അങ്ങോട്ട് എല്ലാവരും കിടന്നും തോന്നുന്നു. കൂടുതൽ
കാണുന്ന ലൈറ്റുകൾ കാണുന്നില്ലേ, കുറേ മുന്നോട്ട് കൂടുതൽ ലൈറ്റുകൾ കാണുന്ന അത് ഒരു പള്ളിയാട്ടോ. പള്ളിയിലുള്ള ലൈറ്റുകളാണത്. ഒരു പള്ളിയാണ്. നമ്മളെ പള്ളീൻ്റെ സൈഡ് കൂടി അങ്ങോട്ട് പിന്നെ പാർക്കുകളുള്ള, നമ്മളിനി കുറച്ച് അടിപൊളി പുല്ലുകൾ ഉണ്ടാക്കിയ പാർക്ക് കാണാം. നിലത്ത് പുല്ല്, സാധാ ഒറിജിനൽ പുല്ല് പാകിയ കുറച്ച് നമുക്ക് പാർക്കുകൾ കണ്ടു നോക്കാം, പോയി നോക്കാം. അവിടെയൊക്കെ ഉണ്ടായിരുന്നു, പോയി നോക്കാം. ഉണങ്ങിയിരിക്കുന്നോന്നറിയില്ല, നമ്മളൊന്ന് പോയി നോക്കാം ജസ്റ്റ്. ഇല്ല, നല്ല രസമുണ്ട് കാണാൻ. ഇടല്ലേ എന്താ അടിപൊളി ലൈറ്റുകളും സൂപ്പർ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടോ, എത്ര രസമുണ്ട് പാർക്ക്. പുല്ലാതെ അടിപൊളി പച്ച കളർ. ഇവിടെ എന്താ ചൂട് എന്നറിയോ, 45, 44, 45 ഡിഗ്രി ചൂടാണ്. എന്നിട്ട് കണ്ട അടിപൊളിയായിട്ട് പച്ച പുല്ല് നനച്ചുണ്ടാക്കിയത്. അങ്ങോട്ടുണ്ട് വലിയ പാർക്കാണ് കണ്ടോ. മുന്നോട്ട് പാർക്കുകളാണ്. നമ്മൾക്ക് മുന്നോട്ടൊന്ന് നടന്നു. കുറേ കാലമായി നമ്മളതിലങ്ങനെ നടന്നിട്ട്. ഇതങ്ങോട്ട് നടന്നു പോയി നോക്കാൻ പറ്റും പാർക്ക്. പുല്ല്, എനിക്ക് ഇങ്ങനെയുള്ള പുല്ലുകൾ കാണാൻ നല്ല സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരാഗ്രഹം. ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന പുല്ലുകളല്ലേ, അത് കാണാന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി പരിപാടിയാണ്. എന്ത് കളറിലെ അടിപൊളി പച്ച പുല്ലുണ്ടാക്കുന്നത്, സൂപ്പറല്ലേ, സൂപ്പർ പുല്ല. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ പാർക്കിൽ വരുന്നത്. എന്ത് രസമുള്ള പുല്ലുകളാണ്. ഇത് നമ്മളൊരു പനക്ക് എന്തോ ഒരു പേരുണ്ട്. ഇത് പാർക്കിലെ ഊഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് കുട്ടികളെ നിരങ്ങുന്നത് പാർക്കിൽ. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് മുന്നോട്ട് തന്നെ നടന്ന് പോയി നോക്കാം. നമ്മൾ എവിടെ എത്തുമെന്ന് അറിയാലോ, എന്തോരുണ്ട് എന്നുള്ളത്. പാർക്കിൻ്റെ വലുപ്പമാണ് കാണുന്നത്. അപ്പം അങ്ങനെ തലക്കാന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര രസകരമായ പാർക്കുകൾ അറിയാം. എൻ്റെ പാർക്കുകൾ കേരളത്തിലെവിടെങ്കിലും നമ്മുടെ നാട്ടിലെവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യണേ, എവിടെ ഉള്ളതെന്ന് വെച്ചാൽ. ഇത്രയും വലിയ പാർക്കുകൾ നാട്ടിലെവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഉണ്ടോ, എത്ര നല്ല പുല്ലാണെന്നറിയോ. ഇത്രയും ചൂടത്ത് ഇങ്ങനെ പച്ച പിടിച്ച് പുല്ല് കിടക്കണം. ഏത് രീതിക്ക് ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും നനവും എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. കണ്ടോ, സൂപ്പർ പുല്ല്. അങ്ങ് തലക്കൽ വരെ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് അത് നടത്ത് വെക്കാൻ.
എന്താവുന്നുള്ളത് നടന്ന് നോക്കാം നമുക്ക് എന്ത് പറ്റണം, എവിടം വരെ പുല്ലുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഭാഗത്തേക്ക് പുല്ലില്ല, ഭാഗത്തേക്ക് കളിക്കുന്ന ഊഞ്ഞാലുകൾ, നിരങ്ങുന്ന കസേര, ചാടുന്നതൊക്കെ ചെറിയ മക്കൾക്കുള്ളതാണ്. പിന്നെ അങ്ങനെ പിന്നെയും നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോകട്ടെ. മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നോ പ്രതീക്ഷിച്ചാണ് നമ്മൾ മുന്നോട്ട് നടന്നോളാം. നിങ്ങളൊപ്പരം നടന്നോളി. നമ്മളൊക്കെ എല്ലാം ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എങ്ങനെയാണ് എന്തൊന്ന് കാണുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിമനോഹരമായ ഓരോ സ്ഥലങ്ങൾ. നീലനിലാവിൽ നിന്നിലയാണോ നീ മറന്നിടുമോ, നിലാവിൽ ഞമ്മിളാദ്യം കണ്ട് ആ രാത്രി, തലാലോലം കടാശം. പിന്നെ നമ്മൾ മുന്നേ നടന്നു പോകണം. ഇത് അങ്ങോട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ ആവാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് എളുപ്പമായി ഷോട്ട് ചാടിയിട്ട് റൂമിലേക്ക് എത്താനുള്ള പരിപാടിയാണ്. ഇതിലെങ്ങനെ പോയാലും റൂമിലേക്ക് എത്തും, പക്ഷേ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ കുഴങ്ങിപ്പോൾ തിരിച്ച് നടന്ന് കുറച്ചും കൂടി മുന്നോട്ടെത്തിയ ശേഷം നമുക്ക് വേറൊരു ഷോട്ട് വഴിക്ക് കയറിപ്പോണം. ഇതൊക്കെ കളിക്കുന്ന സ്ഥലം രാത്രി ആയതുകൊണ്ട് അത്ര ലൈറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലോണം കാണാമായിരുന്നു. ഒന്നാമത്തെ ചൂടുകൊണ്ട് പകൽ അങ്ങനെ വീഡിയോസ് എടുക്കാനും പറ്റില്ല. ചൂടുകൊണ്ട് പൊരുന്ന ചൂടാണ്. 46-45 ഡിഗ്രി ചൂടാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മുന്നോട്ട് തന്നെ നടന്ന് പോവാണ്. അങ്ങനെ നടന്ന് ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം സെറ്റാണോ എന്നുള്ള ഇരിപ്പിടങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്ന് പിന്നെ എന്താ അടിപൊളി പച്ച പുല്ലുകളും നിറഞ്ഞ പുൽമേടുകൾ. നമുക്ക് വയനാട്ടിൽ പോയൊരു ഫീലിങ്സ്, അതായത് ചായത്തടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നില്ലേ, അതുപോലെ അടിപൊളി ഒരു ഫീലിങ്സ് ഇരിക്കുന്ന സ്ഥലം കേട്ടോ. പാർക്കിൽ വിശ്രമിക്കാൻ വരുന്നവരൊക്കെ ഇന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. ഒരു ടേബിളും 2 ബെഞ്ചും. അവിടെ നിന്ന് കുറച്ച് കയറി ഇറങ്ങി. ഇത് വേസ്റ്റ് കൊട്ടാണ് കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ ഭയങ്കര ഇതാണ്. വേസ്റ്റ് കൊട്ടയിലേ ഉള്ളൂ നമുക്ക് എന്തിടാൻ പറ്റുള്ളൂ. വേസ്റ്റ് പുറത്തൊന്നും ഇടാൻ പറ്റില്ല. നമ്മളെ കച്ചറകളും കാര്യങ്ങളും ഒക്കെ പുറത്തിട്ടാൽ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചാൽ നമ്മൾ ഫൈൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ് നമ്മൾ. ഇവിടെ അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നല്ലോ, വഴി കാണുന്നില്ലല്ലോ. വഴിയുടെ പോയി മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള വഴി. പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോകണം. നടന്ന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇതാകണം. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഒരു ഇരിപ്പിടം, 2 ബെഞ്ചും ഒരു ടേബിളും. വീണ്ടും നമ്മൾ നടന്ന് മുമ്പോട്ട് തന്നെ പോവുകയാണ്.
സൗദിയിലുള്ളൊരു പനയാണ്. അതിനെന്തോ ഒരു പേരുണ്ട്, എനിക്കറിയില്ല അതിൻ്റെ പേര്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ചു നടന്ന് ഇവിടെ എത്തി. വഴി കാണാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. വഴി കാണാൻ ഇല്ലെങ്കിൽ നമുക്ക് മണലിൽ കൂടി ഇറങ്ങിയിട്ട് പോകേണ്ടി വരും. മണലിൽ കൂടി ഇറങ്ങി നമ്മൾ അപ്പുറം ഒരു റോട്ടിലേക്ക് ചാടാം, അതായിരിക്കും ബെറ്റർ. വഴി അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് കുട്ടികൾ ഇതാക്കുന്ന ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നൊരു അടിപൊളി ഒരു പനമരം. അങ്ങനെ നമ്മൾ ഈ തലക്കലെത്തി. ഈ തലക്കെന്ന് നമുക്ക് വേറൊരു ബസ് കൂടി വഴിയിലൂടെ തിരിഞ്ഞിട്ട് നമുക്ക് പോകണം, എന്നാലേ നമ്മൾ വീട്ടിലെത്തുള്ളൂ. അങ്ങനെ നമ്മൾ മണലിൽ ഇറങ്ങി നടക്കാനുള്ള തീരുമാനമാണ്. മണലിൽ ഇറങ്ങി നടക്കുക. മണൽ താന്നു പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല, പോട്ടെ. ചെരുപ്പൻ്റെ ഉള്ളിലൊക്കെ മണ്ണായി കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു വാങ്ങി. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് കയറി. റോട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നമ്മൾ ഇങ്ങേ വശം കിടക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ആദ്യം നടന്ന റോട്ടിലെത്തി. നമ്മൾ റോഡ് സൈഡ് കൂടെ കട്ട പാകിയതിലും കൂടെ എന്ത് രസമുണ്ട് കണ്ടോ. ചെടി നല്ല അടിപൊളി വൈറ്റ് കളർ പൂവ്. അങ്ങനെ നമ്മൾ പാർക്കുകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റ് സൂപ്പറാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഒരു ലൈറ്റായിട്ട് കാണിച്ചത് അടിപൊളി. അങ്ങനെ നമ്മൾ അതിലങ്ങോട്ട് ഇറങ്ങി വീണ്ടും സൈഡ് കൂടെ പോയി വാങ്ങിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി അതിലിങ്ങനെ സൈഡ് കൂടി ഞങ്ങൾ പോയി. നമുക്ക് ഈത്തപ്പഴം കാണാം. ഈത്തപ്പഴം ഇപ്പം ഉണ്ടാകുന്ന സമയമാണ്, പഴുത്തിട്ടില്ല, ഉണ്ടായിരിക്കുന്ന നമ്മൾ ഒരു മരത്തുമ്പോഴുള്ള കാണാം. ഒരു മരത്തുമ്പോഴുള്ള ഈത്തപ്പഴമാണ് നോക്കണേ. ശരിക്ക് കാട്ടിത്തരാം, കുഴപ്പമില്ല. നിൽക്കി ഒരു മിനിറ്റ്. അങ്ങനെ ഇതാണോ, സൂപ്പറാ. ഈത്തപ്പഴം കണ്ടോ, നോക്ക്. ഈത്തപ്പഴം 1 2 3 4 5 6 കൊല. 6 അപ്പുറത്തൊന്നും കൂടെ ഉണ്ടാവും. ഈ ഒരു ഇതുമലാണ് 6 7 കൊല. എന്തോരം കായുണ്ട്. ഒരു കൊല 50 കിലോ 60 കിലോ ഉണ്ടാവും കായ്. പഴുത്ത് കഴിഞ്ഞാലൊരു 10-50 കിലോ ഉണ്ടാവും ഒരു കൊല. നമ്മൾ പിന്നെ മുന്നോട്ട് നടക്കാനുള്ള തീരുമാനത്തിൽ മുന്നോട്ട് വീണ്ടും നടന്ന് അങ്ങനെ നടന്നു പോവുകയാണ്. ഇതൊക്കെ പാർക്കിങ്ങാണ്. ഇതുണ്ടോ ലൈറ്റ് കണ്ടോ, ലൈറ്റ് കണ്ടോ, സൂപ്പർ ലൈറ്റ്. ഈ ലൈറ്റൊക്കെ ഓൺലൈനിലൊക്കെ ഉണ്ട്, കുറഞ്ഞ പൈസ. നല്ല ക്വാളിറ്റിയാണല്ലോ, ഇതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഉണ്ടോ,
എത്ര രസമുണ്ട് ലൈറ്റുകളൊക്കെ, സൂപ്പറാ. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ലൈറ്റുകൾ. പിന്നെയും മുന്നോട്ട് നമ്മൾ പുല്ലിൽ ഇറങ്ങിയിട്ട് അങ്ങ് ക്രോസ് ചെയ്യുക. ഇവിടെ പോകാനുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നടന്നിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് എടുക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ല ഇവിടുന്ന് കയറിയിട്ട് പോയിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കയറി അങ്ങനെ മുന്നോട്ട് തന്നെ പോവുകയാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ച പിടിച്ച പുച്ച പിന്നെ നമ്മൾ അരിക്കൊക്കെ കൂടി കയറി ഒരു വെളുത്തക്കായ് എന്തിൻ്റെ മര എന്നറിയില്ല. പൂച്ച 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 പെണ്ണെ കളിയാടിയിടാൻ. പിന്നെ നമ്മളിങ്ങനെ നടന്നിട്ട് മുന്നോട്ട് തന്നെ പോയി ആ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്തിട്ടാണ് നമ്മളെ ഫയർഫോഴ്സിൻ്റെ വാട്ടർ എടുക്കുന്ന സ്ഥലം. നമ്മൾ റോഡ് അങ്ങോട്ട് മുറിഞ്ഞെടുക്കുകയാണ്. നല്ല ഈ ഭാഗത്തുള്ളത് കാണും. ഇങ്ങനെ നമ്മൾ റോഡ് മുന്നോട്ട് മുറിച്ച് കിടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരാൾ പറഞ്ഞ മാതിരി മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നെ പിന്നോട്ടെടുത്ത് വെക്കാൻ പാടില്ല, അങ്ങനെ പോയിക്കൊള്ളണം. അതാണ് മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ പോയി ഇതുണ്ടോ ഒരു വീട്, അതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. പക്ഷേ അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വലുതാക്കിയപ്പോൾ ആ വീട് കാണാണ്ടായി. വീട് ആ മരത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയി വീട്. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്ന് ഇത് കണ്ടോ, എന്തോരം വലിയ ഭിത്തിയ മതിലാണ്, ഒരു വീടിൻ്റെ മതിലാണ് കാണുന്നത്. എത്ര ഉയരത്തിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നതാണ്. ഇവരൊരു മതിലുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊരു വീട് വെക്കാം. അത്രയും പൈസ ഉണ്ട് ആ മതിൽ കെട്ടിപ്പൊക്കാൻ. ഇനി നമ്മൾ മുന്നോട്ട് പോയി മുരിങ്ങമരം ഉണങ്ങിപ്പോയിട്ടോ പറ്റിച്ച്. അങ്ങനെയും പിന്നെ നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ചെറിയൊരു പാർക്കിലേക്ക് തിരിച്ചു പോവാണ്. നടക്കുന്നവർക്കൊക്കെ എല്ലായിടത്തും പാർക്കുകളാണ്, ഫുള്ളും പാർക്കുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ മുന്നോട്ട് പോയി
വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് നമ്മൾ. കണ്ടോ, അടിപൊളി ഒരു പാർക്ക്. നമ്മൾ തിരിച്ച് വരുമ്പോൾ നോക്കാം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അത് അടിപൊളിയാണ്. സൂപ്പർ. നമ്മൾ വേറൊരു പാർക്കിലേക്ക് നടക്കുകയാണ്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വീടുകളാണ്. ഇവിടെ 2 സൈഡും വീടുണ്ട്. നമ്മളവിടെയൊക്കെ നോക്കിയപ്പോൾ ഒരു സൈഡ് മാത്രമേ 2 സൈഡുമാണ് വീഡിയോസ്. ക്യാമറ നമ്മളെ ഫോണ് നടക്കുന്നതിനനുസരിച്ച് ഇളകി കളിക്കുന്നുണ്ട്, ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നമാക്കണ്ട. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറി നടക്കാതെ നല്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറിയാണ്. ഇനി ചെറിയൊരു വേറൊരു പാർക്കും കൂടി കാണാം. ഇതൊരു വീടാണ്. അത് ഒരു വീടിൻ്റെ മതിലിൻ്റെ സൈഡ് കൂടി നമ്മൾ നടന്നിട്ട് മുന്നോട്ട് പോണ കണ്ടോ. വേറെ ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്കും കൂടി ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. പിന്നെയും പിന്നെയും ആരോ നിലാവിൻ്റെ ഈ പാർക്കിലേക്ക് അപ്പോൾ നമ്മൾ പോണത് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി സ്ഥലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. വലിയൊരു റൗണ്ട് റോബോട്ട്. ആ റൗണ്ട് റോബോട്ടിൻ്റെ നടുവിൽ പുല്ലും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് സൂപ്പറായിക്കാം. ഇങ്ങനെയുണ്ട് കണ്ടോ, എത്ര നല്ല ചെടികൾ. പച്ചപ്പുല്ല് പുല്ലേ ആടെ പുല്ലേ. സൂപ്പർ വീട്. നേരെ പോയത് വേറൊരു വീട്, ഇങ്ങോട്ടൊരു വീട്. പാർക്കിൽ കൂടി ഇങ്ങനെ നടന്നു പോയി നമുക്ക്. നടന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പോരെ മുന്നോട്ടാണ്. എത്ര രസമുള്ള പാർക്കുകൾ, എത്ര രസമുള്ള ചെടികൾ, അതിമനോഹരമായ ചെടികൾ. ഒരു കുഞ്ഞു സ്വർഗം ഇതാ കണ്ടെത്തി. സൂപ്പർ വീട്. ആ സൈഡൊക്കെ വീടുകളുണ്ടാവും. സൂപ്പർ വീടുകൾ കണ്ടോ, എത്ര രസമുള്ള വീട്. അങ്ങനെയൊക്കെ നമ്മൾ കളിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകാനുള്ള പരിപാടി. മുന്നോട്ട് നടക്കുകയാണ്. സൂപ്പർ പാർക്ക്. സൈഡിൽ കൂടി കണ്ട ചോത്ത ഇല വീശിട്ട്
ഇനി നമ്മളിങ്ങനെ ഇങ്ങോട്ട് മുറിഞ്ഞെടുക്കാം കേട്ടോ. റോട്ടിലേക്ക് മുറിഞ്ഞെടുക്കാനുള്ള പരിപാടിയാണ്. സൂപ്പർ ഒരു കാറ് ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ മുന്നോട്ട് പോയാലേ കിട്ടുള്ളൂ. ഈ ചെടി നമ്മുടെ നാട്ടിലുണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. കണ്ണിച്ചെടി. ഈ ചെടി അറിയുന്നവരുണ്ടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ പേര് നമുക്കും അറിയാമല്ലോ, എനിക്കറിയില്ല. അതാണ് പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോവാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു പോയി.